സ്കൂളൊക്കെ വിട്ടെന്ന് ചായ കൂട്ടം ഒന്നുമില്ല. അപ്പം നമ്മൾ പരിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ പരിപ്പൻ്റെ റെസിപ്പി ഒക്കെ കണ്ടാൽ വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ ഉള്ളിയല്ല. ഓക്കെ, ഉള്ളി നല്ല കുഞ്ഞാന്നറിയണം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിക്കണമെന്ന് വിചാരിക്കുന്നത്. വേറെ എന്തെങ്കിലും റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ചെയ്യും. വേറെ എന്താ ഉണ്ടാക്കണമെങ്കിലും കമൻറ്റ് ചെയ്തിട്ടാ കമൻറ്റ് ചെയ്യും. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് സെൻറ്റർ ഫ്രഷ്. ഇതിൻ്റെ ഉള്ളിലുണ്ടതിനെ സെൻറ്റർ ഫ്രഷ് ഞാൻ എന്താണ് പേപ്പർ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ അടിച്ച് സെലോട്ട് അപ്പോൾ 1.5 ഉള്ളി നമ്മളെ കുഞ്ഞാക്കിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, 3 പച്ചമുളക്, പിന്നെ കരിവേപ്പിൻ്റെ ഇല, കുറച്ച് കരിവേപ്പില. ഇതൊക്കെ കുഞ്ഞാന്നറിയണം. അങ്ങനെ നമ്മൾ രാവിലെ പരിപ്പ് വെള്ളത്തിലിട്ട് എന്നിട്ട് നമ്മൾ ഊറ്റിയെടുത്തു. പുതർന്ന് ഊറ്റിയെടുത്ത് നല്ല പുതർന്ന് കിട്ടിയിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ പരിപ്പ് ഫുള്ള് അടിച്ചെടുത്തിക്കണേ. ഇതും മുളക് അടിച്ചെടുത്തിക്കണേ, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ കരിവേപ്പില, പിന്നെ ഉള്ളി, അതായിരുന്നു കഴിച്ചത്. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇടണം. ആദ്യം ഉപ്പ് ഇടാം. ഒരു ഇത്ര ഇട്ടാൽ മതി. ഉപ്പ് ഇത്ര ഇട്ടാൽ ഉപ്പ് ഇത്ര. ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി ഇത്ര മതി. ഉപ്പ് കുറച്ചുകൂടി ഇടാം. എടുത്ത് നല്ലോണം മിക്സ് ആക്കാം. നമ്മൾ അളവിനാണ് ഇതൊക്കെ ഇട്ടത്. തിരി മതി. അപ്പം ഇന്നലെ ഇടാം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉള്ളി ഇടാം. ഉള്ളി പിന്നെ കുറച്ച് ഇടാം. പുതിന പിന്നെ മുളക്. എന്നിട്ട് നല്ലോണം മിക്സാക്കാം. നമുക്കിത് ഇടാൻ പേടിയായോട്ടെ. നമ്മള് ഇമ്മ അതിലൊക്കെ പണ്ട് എക്സ്പേർട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം നമ്മ ഇതൊക്കെ ഷേപ്പാക്കിയിട്ട് ഇതിലേക്ക് ഇടും. കുറേ ഗാർണിഷ് അടിപൊളി. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അത്ര മസ്റ്റേ ഒറ്റ വെക്കാം. നല്ല ക്രിസ്പി ടേസ്റ്റി ഹോം മെയ്ഡ് പലപ്പോഴാണെങ്കിൽ ഉണ്ടാക്കി മസ്റ്റ്. ഞാനത്തെ ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ട് നമ്മളെ കൊണ്ടുവരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.